നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് 2-3 ദിവസമായി ശരിക്കും ലൈവ് കണ്ടിട്ട് കാണാൻ പറ്റുന്നില്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇന്ന് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. കാരണം എന്നറിയോ, നമ്മുടെ ലാലേട്ടൻ വരുന്ന ദിവസമല്ല ഇന്നെന്തായിരിക്കും? ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുമോ? എവിടെയല്ലേ? ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും. കാരണം ഹോട്ടൽ ടാസ്കിൽ എല്ലാവരും ഫ്ലോപ്പാക്കിയപ്പോൾ നമ്മുടെ ജിൻഡോ തന്നെയായിരുന്നു മാസമായിരുന്നല്ലേ. ഭയങ്കര സന്തോഷം. എപ്പിസോഡ് ഫുള്ള് കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സീൻസ് കണ്ടു, യൂട്യൂബിലായാലും അങ്ങനെ കുറച്ച് സീൻ കണ്ടു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ജിൻഡോയുടെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. ഹോട്ടൽ ടാസ്കിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ആയിരുന്നു ജിൻഡോ തന്നെയാണ്. ബാക്കി എല്ലാവരും പവർ ടീമൊക്കെ വെറും കോളമാക്കി ചാളാക്കിയില്ലേ. പവർ ടീമിൽ അഭിഷേക് അടിപൊളിയാണ്, അഭിഷേക് അടിപൊളിയാണ്. പക്ഷേ റസ്മിൻ വെറും ബോറാണ്. നോറ വേസ്റ്റാണ്. കാരണം അവിടെ ചെന്നിട്ട് കുറച്ച് ചിലയ്ക്കാൻ മാത്രമേ ചിലതെല്ലാം ചിലയ്ക്കാനല്ലാണ്ട് നോറയ്ക്ക് ഒന്നും അറിയില്ല. ജിൻഡോനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുമെന്ന് മാത്രമേ നോറയ്ക്കും റസ്മിനും ആഗ്രഹമുള്ളൂ. എങ്ങനെയും പുറത്താക്കണം ഒറ്റ ചിന്തയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ നിലവാരവും താഴേക്ക് പോകുന്നത്. കാരണം കഴിവുള്ള ഒരാളെ ഏത് വിധേനയും പുറത്താക്കണമെന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല ക്യാരക്ടറേ അല്ലല്ലോ, അല്ലേ? അതിനെന്തൊക്കെ വഴികളുണ്ട്. നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നിലേക്ക് വരികയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഗെയിമറിന് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ജിൻഡോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഗബ്രി ഔട്ടായപ്പോൾ പോലും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് പിന്നെ ആരൗട്ടാവണമെന്നാണ് താല്പര്യം എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എല്ലാവരും സേഫ് ആവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതായിരിക്കണം ഒരു ഗെയിമർ എന്നതിൽ ഇവർ നല്ലൊരു ഹ്യൂമൻ. ആരൗട്ടായാലും ഗബ്രിക്ക് സങ്കടം, നമ്മുടെ ജിൻഡോയ്ക്ക് സങ്കടമുണ്ട്. ഗബ്രി ഔട്ടായപ്പോഴും സങ്കടമുണ്ട്. പക്ഷേ പിന്നെ ഓരോരുത്തർ ഔട്ടാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ രതീഷ് പിന്നെ പോയപ്പോൾ ഒത്തിരി പേർക്ക് സന്തോഷമായിരുന്നു. മെയിൻ നമ്മുടെ സിബിൻ പോയപ്പോൾ ജാസ്മിനായാലും ഗബ്രിക്കായാലും അത്ര ഹാപ്പി ആയിരുന്നു. പക്ഷേ വീട്ടിലുള്ള ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു ജിൻഡോ മാത്രമാണ്. കാരണം എന്ത് തന്നെ പറഞ്ഞാലും അവിടെ എന്ത് വഴക്കുണ്ടായാലും അവർ പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് വേദനിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു ആക്ടിങ് അല്ല, ഫേസിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യും. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഞാൻ കാണും കേട്ടോ. ഇങ്ങനത്തെ യാത്ര ഇതുമായിട്ട് വരാം. പിന്നെ എന്തായാലും കാണും. പിന്നെ ഹസ്ബൻഡ് ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു, ഡിസ്ചാർജായി. പിന്നെ മോള് വീണ് കൈ എല്ല് പൊട്ടിയിട്ട് അങ്ങനെ അതായിരുന്നു. പിന്നെ മോൾക്ക് മംസായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ടെൻഷനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഫ്രീ ആയി. മോൾക്ക് പറ്റ കുറഞ്ഞിട്ടില്ല, എന്നാലും ആൾ ഓക്കെ ആയിട്ടുണ്ട്, ആക്റ്റീവാണ്. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? പ്ലീസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന്. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടാണ്. യൂട്യൂബ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, കാരണം മടുപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഞാൻ ആക്റ്റീവായത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു. പിന്നെ എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ രാത്രി ബിഗ് ബോസിൽ വിശേഷമായിട്ട് വരാം കേട്ടോ. ബൈ.